മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ വൻ പ്രതിഷേധം. നഴ്സറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിലാണ് പ്രതിഷേധം. സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ ബദലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ തടഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ്, എത്ര കുട്ടികൾക്കാണ് ഇങ്ങനെ ഈ ആക്രമണം നേരിടേണ്ടി വന്നത്? രക്ഷിതാക്കളടക്കം പറയുന്നത് എന്താണ്? ആദർശ് വിദ്യാമന്ദിർ എന്നതാണ് ഈ ബദലാപൂരിലെ ഈ സ്കൂളിൻ്റെ പേര്. ഇവിടെ നഴ്സറിയിൽ പഠിക്കുന്ന 4 വയസ്സുള്ള 2 പെൺകുട്ടികളാണ് ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടത്. ഈ മാസം 12-ാം തീയതിയും 13-ാം തീയതിയുമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 2 കുട്ടികൾ 2 ദിവസങ്ങളിലായി പീഡനത്തിന് ഇരയാവുന്നു. പിന്നീട് കുട്ടികളിൽ കണ്ട ചില മാറ്റങ്ങളാണ് രക്ഷിതാക്കളിൽ സംശയങ്ങൾ ഉണ്ടാക്കിയത്. പിന്നീട് കുട്ടികളോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ശുചിമുറിയിൽ വെച്ച് ഈ ക്ലീനിങ് സ്റ്റാഫായ യുവാവ് ഇവരെ പീഡിപ്പിച്ച കാര്യം മനസ്സിലാവുന്നത്. പിന്നീട് ഡോക്ടർമാർക്കടുത്ത് കൊണ്ടുപോയി ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കാര്യത്തിൽ പിന്നീട് പോലീസ് കേസെടുക്കാൻ പിന്നെയും താമസിച്ചു എന്നതാണ് ഗുരുതരമായ ആരോപണം. ഏതാണ്ട് 12 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കേണ്ടി വന്നു ഇത്തരമൊരു ഗുരുതരമായ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്നതാണ് മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി വൈകി മാത്രമാണ് പോലീസ് ഇതിൽ കേസെടുക്കുന്നത്. പിന്നാലെ ഇന്നിപ്പോൾ രാവിലെ രക്ഷിതാക്കൾ ഒന്നടങ്കം ഈ സ്കൂളിലേക്ക് മാർച്ച് ചെയ്തെത്തി. ഈ പ്രതിഷേധത്തിന് സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും കടകളിലെ ഉടമകളും അങ്ങനെ സമീപത്തുള്ള നാട്ടുകാർ എല്ലാവരും കൂടി ഒന്നിച്ച് സംഘടിച്ചെത്തിയതോടെ അത് വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്തു. അങ്ങനെ ബദലാപൂരിൽ ഇന്ന് ഏതാണ്ട് ഒരു ബന്ദിന് സമാനമായ അവസ്ഥയാണ്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധക്കാർ നീങ്ങുകയും അവിടെ ട്രെയിനുകൾ തടയുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും പോലീസ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.